ഇനി അടുത്ത നമ്മൾ റിയൽ ഫംഗ്ഷൻസിൽ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി. അതേപോലെ നമുക്ക് ഏതിലുണ്ട്, കോംപ്ലക്സ് ഫംഗ്ഷനിലും ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്. റിയൽ ഫംഗ്ഷൻസിൽ നമ്മൾ ലിമിറ്റ് എങ്ങനെയായിരുന്നു ഇത്, ലിമിറ്റ് h ടെൻസ് ടു h0 f of x is equal to L. അതായത് h0 പോകുമ്പോൾ f of x എവിടേക്കാണ് പോവുക, Lലേക്കാണ് പോവുക. h ടെൻസ് ടു h0 ആകുമ്പോൾ f of xന്റെ ലിമിറ്റ് L ആയിരിക്കുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിന് നമ്മൾ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനേഷൻ ഉണ്ട് ലിമിറ്റിൻ്റെ. എന്താണ്, ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. നമ്മൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും there exists a delta, എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഉണ്ടാവും, സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് h മൈനസ് h0 ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് എച്ചും h0 തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റനെക്കാട്ടിലും കുറവാകുമ്പോൾ എഫ് ഓഫ് എച്ചും ലിമിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എഫ് ഓഫ് എച്ചിനെക്കാട്ടിലും കുറവായിരിക്കും. എഫ് ഓഫ് എച്ച് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ, എഫ് ഓഫ് എച്ചും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനെക്കാട്ടിലും കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് h ടെൻസ് ടു h0 f of x is equal to L. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്, ഫോർ എവറി എപ്സിലോൺ, ഏതൊരു എപ്സിലോൺ എടുത്താലും നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം, സച്ച് ദാറ്റ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എച്ചും h0 തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റനെക്കാട്ടിലും കുറവാകുമ്പോൾ എഫ് ഓഫ് എച്ച് എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനെക്കാട്ടിലും കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എൽ എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എച്ച് ആയിരിക്കും. ഇത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ കേസിൽ ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ ആണ്. ഇനി കോംപ്ലക്സ് ഫംഗ്ഷനിൽ ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ നോക്കാം. എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഡിഫൈൻഡ് ഇൻ എ നെയ്ബർഹുഡ് ഓഫ് സെഡ് നോട്ട് എക്സെപ്റ്റ് പോസിബിളി അറ്റ് സെഡ് നോട്ട് ഇറ്റ്സെൽഫ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ കോംപ്ലക്സ് ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്കവിടെ നെയ്ബർഹുഡ് ആണ് നമ്മൾ പറയുക. അപ്പോൾ അവിടെ ഇന്റർവെൽ മോഡുലസ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ റിയൽ നമ്പേഴ്സിന്റെ കേസിൽ എച്ച് ആക്സിസ് വൈ ആക്സിസ്, അപ്പോൾ നമ്മളിവിടെ ഇന്റർവെൽസ് ആണ് കൺസിഡർ ചെയ്യാറുള്ളത് എച്ചിനും വൈക്കൊക്കെ. പക്ഷെ ഇന്റർവെലിന് പകരം ഇവിടെ കോംപ്ലക്സ് ഫംഗ്ഷനിൽ നമ്മൾ നെയ്ബർഹുഡ് എന്നാണ് എടുക്കുക. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ എന്താ പറയുന്നത്, എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഡിഫൈൻഡ് ഇൻ എ നെയ്ബർഹുഡ് ഓഫ് സെഡ് നോട്ട്. ഇപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന എവിടെയാണ്, സെഡിന്റെ നെയ്ബർഹുഡിലാണ്. അപ്പോൾ രണ്ട് പ്ലെയിൻ ഉണ്ട് ഇവിടെ നമുക്ക്, സെഡ് പ്ലെയിനും ഡബ്ല്യു പ്ലെയിനും അല്ലെ. സെഡ് പ്ലെയിനിന്റെ ഇമേജ് ആണ് നമുക്ക് അവിടെ കിട്ടുക, ഡബ്ല്യു പ്ലെയിനിൽ കിട്ടുക. അപ്പോൾ ഇത് എച്ച് ആക്സിസ് വൈ ആക്സിസ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ യു വി അല്ലെ. എച്ചിനെയും എച്ച് ആക്സിസ്, അതായത് സെഡ് ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് ഐ വൈ ആണെങ്കിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ആണ് കോംപ്ലക്സ് ഫംഗ്ഷൻ ആക്കിയിട്ട് നമ്മൾ എടുക്കുന്നത്. അതിന് നമ്മൾ യു പ്ലസ് ഐ വി എന്നാണ് എടുക്കുക. ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. അതായത് സെഡ് പ്ലെയിനിനെ നമ്മൾ ഡബ്ല്യു പ്ലെയിനിലോട്ട് കൺവേർട്ട് ചെയ്യണു അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യണം എന്ന് പറഞ്ഞ മീനിങ് എക്സ് വൈ പ്ലെയിനിനെ യു വി പ്ലെയിനിലോട്ട് മാറ്റണമെന്നാണ്. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ പറഞ്ഞത്, സെഡ് പ്ലെയിനിൽ നമ്മൾ ഇവിടെയാണ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ്, സെഡ് എടുക്കുന്നത് എവിടെയാണ്, സെഡ് പ്ലെയിനിൽ നിന്നാണ്. സോ എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് ഡിഫൈൻഡ് ഇൻ എ നെയ്ബർഹുഡ് ഓഫ് സെഡ് നോട്ട്. സെഡ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നെയ്ബർഹുഡിലാണ് എന്ത് ഡിഫൈൻ ചെയ്യുന്നത്, എഫ് ഓഫ് സെഡ് ഡിഫൈൻ ചെയ്യണത്. സെഡ് നോട്ടിൽ ഒഴികെ, സെഡ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് സെഡ് നോട്ട് എങ്കിൽ സെഡ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നെയ്ബർഹുഡിലാണ് എഫ് ഓഫ് സെഡ് ഡിഫൈൻ ചെയ്യുന്നത്, എക്സെപ്റ്റ് അറ്റ് സെഡ് നോട്ട്. ദെൻ സെഡ് നോട്ട് ഈ സെഡ് ടു ബി, ഈ എഫ് ഓഫ് സെഡിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു പറയണമെങ്കിൽ ഈ സെഡ് ടു ഹാവ് ദ ലിമിറ്റ് ഡബ്ല്യു നോട്ട്. ലിമിറ്റ് എവിടെ ഉണ്ടാവുക, ഇതിൽ. അപ്പോൾ ഈ സെഡ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ല്യു നോട്ട് എന്നൊരു പറയുന്ന പോയിന്റ് ഡബ്ല്യു പ്ലെയിനിൽ കിട്ടണമെങ്കിൽ കണ്ടീഷൻ എന്താണ്, ആസ് സെഡ് അപ്രോച്ചസ് സെഡ് നോട്ട്. സെഡിന്റെ വാല്യൂ സെഡ് നോട്ടിലോട്ട് പോകുമ്പോൾ, സെഡ് എന്ന് പറഞ്ഞാൽ അതിലത്തെ പോയിന്റ്സ്, അപ്പോൾ ആണ് സെഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നതെങ്കിൽ സെഡും സെഡ് നോട്ടും, സെഡ് സെഡ് നോട്ടിലോട്ട് പോകുമ്പോൾ ഇതിലൊരു പോയിന്റ് ഡബ്ല്യു നോട്ടിലോട്ട് പോകുന്നതാണ് പറയേണ്ടത്. അതായത് നോക്കാം, ഇത് നമ്മൾ എഴുതുന്നത് ലിമിറ്റ് ഡബ്ല്യു നോട്ട് ആസ് സെഡ് അപ്രോച്ചസ് ടു സെഡ് നോട്ട് എന്നുള്ളതിന് എഴുതുക, ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട് ആണ്. സെഡ് സെഡ് നോട്ടിലോട്ട് പോകുമ്പോൾ എഫ് ഓഫ് സെഡിന്റെ ലിമിറ്റ് ഡബ്ല്യു നോട്ട് ആണ് എന്നുള്ളതിന് നമ്മൾ എങ്ങനെയാണ് എഴുതുക, ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട്. ഇത് കിട്ടാനുള്ള കണ്ടീഷൻ ഇഫ് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഹൗവർ സ്മോൾ. അപ്പോൾ നമ്മൾ ഏതൊരു എപ്സിലോൺ എടുത്താലും, അതായത് ചെറിയ എപ്സിലോൺ ആണ് എടുക്കുക എന്ന് വെച്ചാൽ 0.5, 0.05, 0.01 അങ്ങനെയായിരിക്കും എപ്സിലോണിന്റെ വാല്യൂ, അതായത് സ്മോൾ നെയ്ബർഹുഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta, positive real number delta, such that modulus of f of z minus w naught less than epsilon whenever 0 less than z minus z naught less than delta. സെഡും സെഡ് നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ്
അതായത് ഇതിലത്തെ ഒരു പോയിന്റും സെഡ് നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റനെക്കാട്ടിലും കുറവാകുമ്പോൾ, അതായത് നമ്മൾ സ്മോൾ നെയ്ബർഹുഡ് എടുക്കുകയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും? എഫ് ഓഫ് സെഡും ഡബ്ല്യു നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനെക്കാട്ടിലും കുറവായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് സെഡിന്റെ ലിമിറ്റ് ഡബ്ല്യു നോട്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഏതൊരു എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ടും ഇവിടെ നമുക്കൊരു ഡെൽറ്റ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഡെൽറ്റ കിട്ടുകയും മോഡുലസ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആവുമ്പോൾ, സെഡും സെഡ് നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റനെക്കാട്ടിലും കുറവാകുമ്പോൾ എഫ് ഓഫ് സെഡും ഡബ്ല്യു നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനെക്കാട്ടിലും കൂടെ കുറവാകും കൂടെ വേണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് സെഡിന്റെ ലിമിറ്റ് ഡബ്ല്യു നോട്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സാധാരണ റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ കേസിൽ നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ നോക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാം? ലിമിറ്റ് എച്ച് ടെൻസ് ടു എച്ച് നോട്ട് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുമോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് റിയൽ ആക്സിസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നോക്കിയാൽ മതി. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുകയും ഈക്വൽ ആവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറയും. പക്ഷേ കോംപ്ലക്സ് ഫംഗ്ഷന്റെ കേസിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. കോംപ്ലക്സ് ഫംഗ്ഷൻ നമുക്ക് രണ്ട് സൈഡിലല്ല ലിമിറ്റ് വരിക. കാരണം എന്താണ്? കോംപ്ലക്സ് ഫംഗ്ഷൻ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും എന്ത് ചെയ്യാം? എലോങ് എക്സ് ആക്സിസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിലൊരു ഈ ഒരു പോയിന്റിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഇത് നമുക്ക് ഒന്നുകിൽ എക്സിന് പാരലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം, അല്ലെങ്കിൽ വൈക്ക് പാരലായിട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊരു രീതി സ്റ്റോപ്പ് എം ആവുന്ന ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിവിടെ ചെയ്യാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് രണ്ട് പാത്തിലൂടെയാണ്. ടു ഷോ ദാറ്റ് ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എഫിന് attains different limits as z tends to z naught along different paths ആണ്. രണ്ട് പാത്തിലൂടെ പോകുമ്പോഴും എഫിന് കിട്ടുന്നത് രണ്ട് ലിമിറ്റ് ആണെന്ന് കാണിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാം. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ലിമിറ്റിന്റെ പ്രോപ്പർട്ടിയാണ് ഒരു തിയറി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സപ്പോസ് ദാറ്റ് ലിമിറ്റ് z tends to z naught f of z is equal to w1 and limit z tends to z naught g of z is equal to w2, then limit z tends to z naught f of z plus g of z is equal to w1 plus w2, limit z tends to z naught f of z into g of z is equal to w1 into w2, and if w2 not equal to 0, limit z tends to z naught f of z divided by g of z is equal to w1 by w2. എഫ് ഓഫ് സെഡിന്റെ ലിമിറ്റ് w1 ഉം ജി ഓഫ് സെഡിന്റെ ലിമിറ്റ് w2 ആണെങ്കിൽ എഫ് ഓഫ് സെഡ് പ്ലസ് ജി ഓഫ് സെഡിന്റെ ലിമിറ്റ് w1 പ്ലസ് w2 ആയിരിക്കും. എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി ഓഫ് സെഡിന്റെ ലിമിറ്റ് w1 ഇൻറ്റു w2 ആയിരിക്കും. അതേപോലെ w2 നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ w2 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് ബൈ ജി ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു w1 ബൈ w2 ആയിരിക്കും. അതായത് ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് ബൈ ജി ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് ജി ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇതിന്റെ മീനിങ് എന്താ? w2 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് ജി ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഇതാണ് ലിമിറ്റിന്റെ പ്രോപ്പർട്ടിയാണ്. ഇനി നമുക്ക് എന്താണ് ഈ റിമാർക്ക് വെച്ചിട്ടുള്ള പ്രോബ്ലം? അതായത് നമ്മൾ സാധാരണ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ നോക്കാൻ വേണ്ടിയിട്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യാം? ലിമിറ്റ് എച്ച് ടെൻസ് ടു എച്ച് നോട്ട് പ്ലസ് എച്ച് നോട്ട് മൈനസ് ചെയ്യും. എച്ച് നോട്ട് പ്ലസും എച്ച് നോട്ട് മൈനസും ചെയ്യും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കും. രണ്ടും എക്സിസ്റ്റ് ചെയ്യുകയും ഈക്വലും ആവുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതേപോലെ കോംപ്ലക്സ് ഫംഗ്ഷന്റെ കേസിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് കാണിക്കാൻ ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എഫ് അറ്റൈൻസ് ഡിഫറെന്റ് ലിമിറ്റ് ആസ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എലോങ് ഡിഫറെന്റ് പാത്ത്. അപ്പോൾ കോംപ്ലക്സ് ഫംഗ്ഷന്റെ കേസിൽ ഏത് പാത്തിലൂടെ വന്നാലും നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മാത്രമല്ല ഏത് പാത്തിലൂടെ വേണമെങ്കിലും ഒരു പോയിന്റിലോട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് ഫംഗ്ഷനിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഏതെങ്കിലും രണ്ട് പാത്ത് എടുക്കുക. ആ രണ്ട് പാത്തിലൂടെ സെഡ് നോട്ടിലേക്ക് പോയി കഴിഞ്ഞാലും രണ്ട് പാത്തിലൂടെ പോയാലും നമുക്ക് ഡിഫറെന്റ് ലിമിറ്റ് ആണ് കിട്ടുക. ഒരു പാത്തിലൂടെ പോകുമ്പോൾ ഒരു ലിമിറ്റ്, വേറെ പാത്തിലൂടെ പോകുമ്പോൾ വേറൊരു ലിമിറ്റ് ആണ് കിട്ടുന്നതെന്ന് കാണിച്ചാൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാൻ പറ്റും. അതിന്റെ പ്രോബ്ലം നോക്കാം. let
f of z is equal to real z divided by mod z when z not equal to 0 and 0 when z is equal to 0. Then show that limit z tends to 0 f of z does not exist. Function തന്നിട്ടുണ്ട് z not equal to 0 ആവുന്ന കേസിൽ f of z real z by mod z ഉം z equal to 0 ആണെങ്കിൽ f of z is equal to 0 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? ലിമിറ്റ് z tends to 0 f of z does not exist ആണെന്ന് പ്രൂവ് ചെയ്യണം. എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് കാണിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് പാത്രൂടെ വന്നാലും f of z ന് ഡിഫറെൻറ്റ് ലിമിറ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് z നെ എങ്ങനെ എടുക്കാം? s plus i y എന്ന് എടുക്കാം. therefore f of z is equal to real z by mod z നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? z is equal to s plus i y ആണെങ്കിൽ റിയൽ z എന്ന് പറഞ്ഞാൽ z ന്റെ റിയൽ പാർട്ട് x ആണ്. z is equal to s plus i y ആണെങ്കിൽ mod z is equal to root of x square plus y square. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റിയൽ സെഡിന് പകരം എച്ച് എന്ന് കൊടുക്കാം. മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വെൻ സെഡ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 0 വെൻ സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ട് പാത്തിലൂടെ വന്നാലും ഡിഫറെൻറ്റ് ലിമിറ്റ് ആണെന്ന് കാണിക്കണം. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന പാത്ത് എലോങ് ഇമാജിനറി ആക്സിസും എലോങ് റിയൽ ആക്സിസും ആണ്. അതായത് എച്ച് ഇസ് ഈക്വൽ ടു 0 ആവുന്ന കേസും വൈ ഈക്വൽ ടു 0 ആവുന്ന കേസുമാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക. limit of f of z as z tends to 0 along the imaginary axis. Imaginary axis എന്ന് പറഞ്ഞാൽ h is equal to 0. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ്? z tends to, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് z tends to 0 ആണ്. അപ്പോൾ നമ്മൾ രണ്ട് പാത്ത് എടുക്കുന്നത് along imaginary axisഉം along real axisഉം. അപ്പോൾ ഫസ്റ്റ് കേസിൽ along imaginary axis എന്ന് പറഞ്ഞാൽ h is equal to 0. ലിമിറ്റ് f of z എന്താണെന്ന് നോക്കാം. അപ്പോൾ ലിമിറ്റ് z tends to 0 f of z is equal to എങ്ങനെ എഴുതാം? ഇമാജിനറി ആക്സിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫംഗ്ഷൻ്റെ ലിമിറ്റ് നോക്കുന്നത്. ഇമാജിനറി ആക്സിസ് എന്ന് പറഞ്ഞാൽ എച്ച് ഇസ് ഈക്വൽ ടു 0. അതായത് സെഡ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? എച്ച് പ്ലസ് ഐ വൈ ടെൻസ് ടു 0 എന്നാണ് നമ്മൾ നോക്കുന്നത് എലോങ് ഇമാജിനറി ആക്സിസ്. അതായത് എച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എച്ച് പ്ലസ് ഐ വൈ ടെൻസ് ടു 0 എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റി ചെയ്താം? വൈ എച്ച് ഇസ് ഈക്വൽ ടു 0 അതിലായി കഴിഞ്ഞാൽ വൈ ടെൻസ് ടു 0 എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എങ്ങനെ മാറ്റി ചെയ്താൽ ലിമിറ്റ് y tends to 0യും h is equal to 0. കാരണം along imaginary axis ആണ് എടുത്തത്. ഇമാജിനറി ആക്സിസ് എന്ന് പറഞ്ഞാൽ y ആക്സിസിൽ എച്ചിൻ്റെ വാല്യൂ 0 ആണ്, h ആക്സിസിൽ വൈൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് z tends to 0 എന്നുള്ളതിനെ മാറ്റി ചെയ്താൽ y tends to 0യും h equal to 0 f of z. അപ്പോൾ f of z എന്ന് പറഞ്ഞാൽ f of h plus i y, that is limit y tends to 0 h equal to 0 f of h plus i y. h equal to 0 ആയി കഴിഞ്ഞത് എന്തായി മാറി? ലിമിറ്റ് y tends to 0 f of i y. f of h plus i y is equal to h divided by root of h square plus y square ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? എച്ചിൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ 0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് ഐ സ്ക്വയർ. ഇനി ഇതിൽ എച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കണ്ട, കാരണം ഇവിടെ നമ്മൾ ആ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലിമിറ്റ് y tends to 0 ഡിവൈഡഡ് ബൈ 0 പ്ലസ് വൈ സ്ക്വയർ എന്ന് വന്നു. 0 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ എന്താ വരുള്ളൂ? 0 ആയി വരുള്ളൂ. 0 ബൈ റൂട്ട് വൈ സ്ക്വയർ പറഞ്ഞാൽ 0 ബൈ മോഡ് വൈ ഈക്വൽ ടു 0. ഇനി എലോങ് ഇമാജിനറി ആക്സിസ് നമ്മൾ കണ്ടു. ഇനി അടുത്തത് എലോങ് റിയൽ ആക്സിസ് നോക്കാം. Therefore, the limit of f of z as z tends to 0 along the real axis y equal to 0 is given by limit z tends to 0 f of z is equal to z tends to 0 എന്ന് പറയും. z tends to 0 ൽ തന്നെ y equal to 0 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? y 0 ആണെങ്കിൽ h tends to 0 y equal to 0 എന്ന് എഴുതാം. അപ്പോൾ ലിമിറ്റ് h tends to 0 y equal to 0 f of z. ഇതുപോലെ തന്നെ h plus i y tends to 0ൽ എന്താണെന്ന് പറഞ്ഞു? y equal to 0. y equal to 0 ആണെങ്കിൽ എന്ത് tends to 0 ആയാൽ മതി? h tends to 0 ആയാൽ മതി. സോ ലിമിറ്റ് h tends to 0 y equal to 0 f of z which is equal to limit h tends to 0 f of z ന് പകരം f of h plus i y എന്ന് കൊടുക്കാം. ഇതിൽ y equal to 0 ആയി കഴിഞ്ഞാൽ f of h പ്ലസ് i ഇൻറ്റു വൈക്ക് 0 കൊടുത്ത h പ്ലസ് i ഇൻറ്റു 0. അപ്പോൾ f of h പ്ലസ് i y ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് h സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. വൈക്ക് 0 കൊടുത്താൽ എന്ത് വരും? ലിമിറ്റ് h tends to 0 h ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് h സ്ക്വയർ പ്ലസ് വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 എന്ന് വരും. ദാറ്റ് ഈസ് h ഡിവൈഡഡ് ബൈ റൂട്ട് h സ്ക്വയർ. നമുക്കറിയാം റൂട്ട് ഓഫ് h സ്ക്വയർ എന്ന് പറഞ്ഞാൽ മോഡ് h ആണ്. അപ്പോൾ ലിമിറ്റ് h tends to 0 h ബൈ മോഡ് h എന്ന് വരും. h ബൈ മോഡ് എച്ചിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല, കാരണം h ബൈ മോഡ് എച്ച് എന്ന് പറഞ്ഞത് ഏത് ഫോമാണ്? അത് റിയൽ ഫംഗ്ഷൻ്റെ ലിമിറ്റാണ്. റിയൽ ഫംഗ്ഷനിൽ h ടെൻസ് ടു 0 പ്ലസും h ടെൻസ് ടു 0 മൈനസും h ബൈ മോഡ് എച്ച് ചെയ്ത രണ്ട് വാല്യൂ ആണ് വരിക.
അപ്പോൾ നോക്കുകയാണെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസ് എച്ച് ബൈ മോഡ് എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ് നോക്കണം. എച്ച് ടെൻസ് ടു 0 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് 0 പ്ലസ് എച്ച്. എച്ച് ടെൻസ് ടു 0 മാറ്റിയിട്ട് എച്ച് ടെൻസ് ടു 0. അപ്പോൾ നമ്മളിവിടെ ഇത് 0 പ്ലസ് എച്ച് ബൈ മോഡ് 0 പ്ലസ് എച്ച് എന്നാണ്. അതായത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ബൈ എച്ച് എന്ന് വരും. എച്ച് ബൈ എച്ച് 1 എന്ന് കിട്ടി. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുകയാണെങ്കിലോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് എച്ച് ബൈ മോഡ് എച്ച്. അതിന് നമുക്ക് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് 0 മൈനസ് എച്ച് എന്ന് എഴുതാം. 0 മൈനസ് എച്ച് മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു -1. അപ്പോൾ ഇത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. റിയൽ വാല്യൂഡ് ഫംഗ്ഷനിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1ഉം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് -1 എന്നും വന്നു. അപ്പോൾ രണ്ടെണ്ണവും ഈക്വൽ അല്ല. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. സോ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ കേസിൽ നമുക്ക് എന്ത് പറയാം? ഈ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ എലോങ് എക്സ് ഇസ് ഈക്വൽ ടു 0 നമുക്ക് കിട്ടിയത് 0യും എലോങ് y ഈക്വൽ ടു 0 നമുക്ക് കിട്ടിയത് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ്. അപ്പോൾ രണ്ടെണ്ണത്തിനും രണ്ട് ലിമിറ്റാണ് വരുന്നത്. ഒന്നിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, മറ്റേതിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ രണ്ടും ഈക്വൽ അല്ല. ഹെൻസ് ലിമിറ്റ് z ടെൻസ് ടു 0 f ഓഫ് z ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാം. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. Given that the following limit exists, find its value. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ലിമിറ്റ് z ടെൻസ് ടു 1 മൈനസ് ഐ 5z² മൈനസ് 2z പ്ലസ് 2 ഡിവൈഡഡ് ബൈ z പ്ലസ് 1. ഒരു കോഷ്യന്റിലുള്ള ഫോമാണ് തന്നിട്ടുള്ളത്. റാഷണൽ ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്. ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റാഷണൽ ഫംഗ്ഷന്റെ കേസിൽ നമുക്കറിയാം ലിമിറ്റ് കാണാൻ എന്താണ്? ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് f ഓഫ് z ബൈ g ഓഫ് z എന്ന് പറഞ്ഞാൽ ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് f ഓഫ് z ഡിവൈഡഡ് ബൈ ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് g ഓഫ് z. അതാണ് w1 ബൈ w2. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററിൻ്റെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ നോക്കാം. ലിമിറ്റ് z ടെൻസ് ടു 1 മൈനസ് ഐ ന്യൂമറേറ്ററിൻ്റെ ലിമിറ്റ് നോക്കാം. ലിമിറ്റ് z ടെൻസ് ടു 1 മൈനസ് ഐ 5z² മൈനസ് 2z പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫംഗ്ഷനിൽ z-ന് 1 മൈനസ് ഐ എന്ന് കൊടുക്കുക. അതായത് 5 ഇൻറ്റു 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1 മൈനസ് ഐ പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ 1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു ഐ 2i പ്ലസ് ഐ സ്ക്വയർ ആണ്. ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 മൈനസ് ഇതുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. -2 പ്ലസ് 2i പ്ലസ് 2 -2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. ഇതുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 1 5 മൈനസ് 10i മൈനസ് 5 പ്ലസ് 2i 5ഉം മൈനസ് 5ഉം ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് -10i പ്ലസ് 2i -10 പ്ലസ് 2 -8i എന്ന് കിട്ടി. ന്യൂമറേറ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി ഡിനോമിനേറ്ററിൻ്റെ ലിമിറ്റ് കാണുക. ലിമിറ്റ് z ടെൻസ് ടു 1 മൈനസ് ഐ z പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു z-ന് 1 മൈനസ് ഐ കൊടുത്താൽ 1 മൈനസ് ഐ പ്ലസ് 1 പ്ലസ് 1 2 മൈനസ് ഐ എന്ന് കിട്ടി. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിനോമിനേറ്ററിൻ്റെ ലിമിറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ദെർഫോർ നമുക്ക് ആ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്ത് ചെയ്താൽ ലിമിറ്റ് z ടെൻസ് ടു 1 മൈനസ് ഐ 5z² മൈനസ് 2z പ്ലസ് 2 ഡിവൈഡഡ് ബൈ z പ്ലസ് 1 ഇസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൻ്റെ ലിമിറ്റ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ലിമിറ്റ് ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൻ്റെ ലിമിറ്റ് -8iയും ഡിനോമിനേറ്ററിൻ്റെ 2 മൈനസ് ഐ ആണ് കിട്ടിയത്. അതായത് -8i ഡിവൈഡഡ് ബൈ 2 മൈനസ് ഐ. ഇനി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിൽ കോംപ്ലക്സ് നമ്പർ വരികയാണെങ്കിൽ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് എന്താണ്? 2 പ്ലസ് ഐ ആണ്. സോ -8i ഇൻറ്റു 2 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 2 മൈനസ് ഐ ഇൻറ്റു 2 പ്ലസ് ഐ. ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. -8i ഇൻറ്റു 2 -16i പ്ലസ് 8i -8i ഇൻറ്റു ഐ -8i ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ഐ സ്ക്വയർ -1 -1 ഇൻറ്റു -8 പ്ലസ് 8 ഡിവൈഡഡ് ബൈ ഇത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്നുള്ള ഫോമാണ്. ദാറ്റ് ഈസ് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 2 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ. 8 മൈനസ് 16i ഡിവൈഡഡ് ബൈ 4 മൈനസ് -1 4 പ്ലസ് 1 ആവും. ദാറ്റ് ഈസ് 8 ഡിവൈഡഡ് ബൈ 5 മൈനസ് 16 ഡിവൈഡഡ് ബൈ 5 ഐ എഴുതാം. ഇതാണ് ഇതിൻ്റെ ലിമിറ്റ് വാല്യൂ. അപ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡയറക്റ്റ് z-ന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി ലിമിറ്റ് കഴിഞ്ഞു. അടുത്തത് കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ആണ്. അപ്പോൾ കണ്ടിന്യൂറ്റിക്ക് വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം ഡെഫിനിഷനിൽ. അപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കാം. എ കോംപ്ലക്സ് ഫംഗ്ഷൻ f of z is said to have a
be continuous at z is equal to z0 if the following conditions satisfied. അപ്പോൾ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡിന് z ഈക്വൽ ടു z0 എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് സെഡ് കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ്, സെഡിൽ ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് ആ ഫംഗ്ഷനിൽ z0 എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, എഫ് ഓഫ് z0 എക്സിസ്റ്റ് ചെയ്യണം. അതേപോലെ ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് z0 ആയിരിക്കണം. ഫസ്റ്റ് കേസിൽ എന്താണ്, എഫ് ഓഫ് സെഡിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, എഫ് ഓഫ് z0 എക്സിസ്റ്റ് ചെയ്യണം, ഇത് രണ്ടും ഈക്വൽ ആവും കൂടെ വേണം. അപ്പോൾ ഇത് 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് സെഡ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് z0 എന്ന് പറയാം. ഇത് നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷനിൽ പറയുന്ന ഡെഫിനിഷനാണ്. ഇനി എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷനാണ് അടുത്തത്. എ കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് z0 if corresponding to any epsilon greater than 0 however small there exists a delta greater than 0 such that modulus of f of z minus f of z0 less than epsilon whenever modulus of z minus z0 less than delta. സെഡും z0 തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റനെക്കാട്ടിലും കുറവാകുമ്പോൾ എഫ് ഓഫ് സെഡും എഫ് ഓഫ് z0 തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനെക്കാട്ടിലും കുറവാകണം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് z0 എന്ന് പറയുന്ന പോയിന്റിൽ അല്ലെങ്കിൽ എഫ് ഓഫ് സെഡ് ഈസ് കണ്ടിന്യൂസ് അറ്റ് z0 എന്ന് നമുക്ക് പറയാം. അതാണ് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ. ഇനി ഇത് നമ്മൾ ഒരു പോയിന്റിൽ കണ്ടിന്യൂറ്റിയാണ് പറഞ്ഞത്. എഫ് ഓഫ് സെഡ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് z0 പോയിന്റിലുള്ള കണ്ടിന്യൂറ്റിയാണ് പറഞ്ഞത്. ഇനി റീജിയണിൽ ഫുള്ളായിട്ട് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം എന്ന് പറഞ്ഞ മീനിങ് ആ റീജിയണിലെ ഓരോ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം എന്നാണ്. എ ഫംഗ്ഷൻ ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് ഇൻ എ റീജിയൻ ആർ ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ആർ. റീജിയണിലെ ഓരോ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ റീജിയണിൽ ഫുള്ളായിട്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കണ്ടിന്യൂറ്റി കഴിഞ്ഞാൽ അടുത്ത് തന്നെ ഡിഫറൻഷ്യബിലിറ്റി ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം.